ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ട പരമ്പരയുടെ നാളത്തെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാം. അങ്ങനെ അനുമോളുടെ സകല പേടിയും മാറിയിരിക്കുകയാണ്. തൻ്റെ കൂടെ എന്തിനും തൻ്റെ അച്ഛൻ കൂടെയുണ്ട് എന്നൊരു ബോധ്യം അനുവിന് ബാലൻ്റെ ഇന്നത്തെ പ്രവൃത്തിയോടുകൂടി വന്നിരിക്കുകയാണ് കേട്ടോ. നല്ല ധൈര്യശാലിയായ അനുശ്രീയായി മാറിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ബാലൻ അനുവിനോട് പറയുന്നുണ്ട്, മോളെ നീ നല്ല ബോൾഡായിട്ട് തന്നെ നിൽക്കണം. ഇനിയിപ്പം കോടതിയിൽ അനുമോക്ക് ഹാജരാക്കേണ്ടുള്ള ഡേറ്റ് ഉടനെ തന്നെ വരും. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? നീ അവിടെ വക്കീൽ ചോദിക്കുന്നതിനൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി പറയണം. സ്ത്രീകൾക്കെതിരെ എന്തും ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്നവർക്കുള്ള ഒരു പ്രതികരണം കൂടിയായിരിക്കണം എൻ്റെ മോള് കോടതിയിൽ കാഴ്ചവെക്കേണ്ടത് എന്നൊക്കെ ബാലൻ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം അനു പറയും, ഇല്ലച്ച, ഇനി ഞാൻ ഒരിടത്തും തളർന്നു പോകില്ല. എൻ്റെ അച്ഛൻ്റെ അഭിമാനം ഞാൻ രക്ഷിക്കും. എന്നോട് നീതികേട് കാണിച്ച അലോകിനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് അനുശ്രീ പറയാണ്. ആദ്യം എനിക്ക് ഭയമുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ എനിക്ക് ബോധ്യപ്പെടുന്നുണ്ട് പരാതി കൊടുത്തത് ശരിയായ നടപടി തന്നെയാണെന്ന്. എന്നോട് അത്രയേറെ ദ്രോഹം ചെയ്ത അവൻ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം എന്ന് അനു പറയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ ബാലനും സമാധാനമാവാം. മോൾ ഒന്നും ഓർത്തും ഭയപ്പെടണ്ട. മോളുടെ കൂടെ ഈ അച്ഛനുണ്ടാകും. അച്ഛനും കോടതിയിൽ നിന്റെ അടുത്ത് തന്നെ ഉണ്ടാകും. നീ അവിടെ പറയുന്ന മറുപടികൾ സ്ട്രോങ് ആയിരിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പം അനു എന്തായാലും തനിക്ക് സംഭവിച്ച എല്ലാ കാര്യങ്ങളും കോടതിയിൽ പറയാൻ തന്നെ ധൈര്യം സംഭരിച്ച് നിന്നിരിക്കുകയാണ് കേട്ടോ. ദേവമംഗലത്ത് ആര്യനും ആകാശും ആനന്ദും ഒക്കെ ഇപ്പോഴും ബാലൻ തന്നെയാണോ ഇത്തരത്തിലൊരു കാര്യം പ്രവർത്തിച്ചത് എന്നുള്ള നടുക്കത്തിൽ നിന്നും പുറത്തു വന്നിട്ടില്ല കേട്ടോ. ശരിക്കും ഗോമതി സ്റ്റോർ ബാലൻ ഞെട്ടിച്ചു കളഞ്ഞു എന്ന് ആകാശ് പറയേ. അത് കേൾക്കുമ്പം ആനന്ദ് പറയും, അച്ഛനെ നമ്മൾ മക്കൾക്ക് വേണ്ടി ഏതറ്റം വരെ പോകുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിനക്ക് ഇപ്പോഴാ അത് ബോധ്യപ്പെട്ടതെന്ന് മാത്രം എന്ന് പറയാം. ആര്യനും പറയും, ഇന്നെന്തായാലും അച്ഛൻ ചെയ്ത ഈ കാര്യം അത് അടിപൊളിയായിട്ടുണ്ട്. ഇനി ഈ നാട്ടിൽ ഒറ്റ ഒരുത്തന്മാരും നമ്മുടെ അനുമോളുടെ നേരെ വന്ന് അവളെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഒരു ചോദ്യം ചോദിക്കില്ല. ചോദിക്കുന്നവന് പെട്ടെന്ന് മനസ്സിലേക്ക് കടന്നു വരിക അച്ഛന്റെ മുഖമായിരിക്കും എന്ന് പറയാം. അത് കേൾക്കുമ്പോഴത്തേക്കും ആനന്ദും ആകാശവും ഒക്കെ അത് ശരിവെക്കാണ് കേട്ടോ. അപ്പൊ റൂമിൽ ചെന്നിട്ടും ആകാശ് ഇതിനെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പം പേനും അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്താ ആകാശ് ഇത്ര കാര്യമായിട്ട് ചിന്തിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയും, അല്ല, ഗോമതി സ്റ്റോർ ബാലനെ പറ്റി ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ആള് ശരിക്കും ഒരു പുലിയാണെന്ന് തെളിയിച്ചു എന്ന് പറയാം. അല്ലെങ്കിലും അച്ഛൻ പുലി തന്നെയാ. ആകാശിന് മാത്രമേ വിലയില്ലാത്തതുള്ളൂ എന്ന് പറയാം. എനിക്ക് വിലയൊക്കെ ഉണ്ട്, പക്ഷെ ഗോമതി സ്റ്റോർ ബാലന്റെ മനസ്സിലേ ഈ മകന് തീരെ വിലയില്ല. എന്റെ മനസ്സിൽ അച്ഛന് വിലയ്ക്ക് ഒരു കുറവും ഇല്ല എന്ന് പറയാൻ കേട്ടോ. എന്തായാലും അച്ഛൻ ചെയ്ത ഈ പ്രവൃത്തി കാരണം അനുമോളുടെ സകല പേടികൾ മാറിക്കിട്ടി എന്ന് മീനും പറയുവാണേ. അതേസമയം കൃഷ്ണമംഗലത്ത് എല്ലാവർക്കും നല്ല സങ്കടത്തിൽ തന്നെയാണ്. ഇതുവരെ അലോകിന് ജാമ്യമൊന്നും കിട്ടിയിട്ടില്ല. അപ്പം അനന്തനാണെങ്കിൽ വലിയൊരു വക്കീലിനെയൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ജാമ്യത്തിന്റെ കാര്യത്തിൽ ഇതുവരെയും ഒരു തീരുമാനമായിട്ടില്ല. അതുകൊണ്ട് തന്നെ രാജശ്രീ ആകെ ദേഷ്യത്തിലും സങ്കടത്തിലും ഒക്കെയാണ് നടക്കുന്നത്. എൻ്റെ മകൻ അവിടെ ജയിലഴിയിൽ കിടക്കുമ്പോൾ എല്ലാവരും ആഘോഷിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് രാജശ്രീ ബഹളമൊക്കെ വെക്കുന്നുണ്ട്. അപ്പം രാജശ്രീക്ക് മാത്രമല്ല, അലോക് ജയിലിലായതിൽ കൃഷ്ണമംഗലത്ത് എല്ലാവർക്കും നല്ല സങ്കടമുണ്ട്. ഇന്ദ്രാമിക്ക് പോലും. അപ്പം ഇന്ദ്രാമ്മ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന കാണുമ്പം ധർമ്മൻ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്താ അമ്മ എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കും. ഞാൻ പിന്നെ എന്ത് ചെയ്യണം ധർമ്മ, ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ വിഷമിക്കാൻ പാകത്തിനുള്ളതല്ലേ എന്ന് പറയാണ്. ഇപ്പം അലോക് ജയിലിലാകും. അവന്റെ കേസ് ഉടനെ തന്നെ വിളിക്കുമെന്നാണല്ലോ രാജശ്രീ പറഞ്ഞു കേട്ടത്. അനുകുട്ടി പറയുന്ന മറുപടി അനുസരിച്ചിരിക്കുമല്ലേ അവന്റെ ജീവിതം ഇനി എന്ന് പറയാണ്. ബാലനും അനുവൊന്നും അവനെതിരെ പരാതി കൊടുക്കാൻ പാടില്ലായിരുന്നു. ഒന്നും അല്ലെങ്കിലും അവൻ എൻ്റെ കൊച്ചുമാനല്ലേ. അവന്റെ ജീവിതം നശിക്കുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല എന്ന് പറയാം. അത് കേൾക്കുമ്പോഴത്തേക്കും ധർമ്മൻ ചോദിക്കും, അമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? അവനെ വെറുതെ വിടണം എന്നാണോ? പിന്നല്ലാതെ ഞാൻ എന്താ ആഗ്രഹിക്കുക? അല്ലെങ്കിൽ അവന്റെ ജീവിതം നശിച്ചു പോകില്ലേ എന്ന് പറയാം. അപ്പം അവൻ കുട്ടിയോട് ചെയ്തതോ അത് ശരിയാണോ അമ്മേ? ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ചിട്ടല്ലേ അവൻ കളിച്ചത്. അവളുടെ ജീവിതം ഒന്നുമല്ലാതാക്കി കളഞ്ഞില്ലേ അവൻ? എങ്ങനെ പഠിക്കുന്ന കുട്ടിയായിരുന്നു. അവളെപ്പറ്റി എന്തൊക്കെ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നതാ. അതൊക്കെ അലോക് ഒറ്റ ഒരാൾ കാരണമല്ലേ നശിച്ചു പോയത് എന്ന് പറയാം. അനുക്കുട്ടിയോട് അവൻ ചെയ്തതിന് അവനൊരു ചെറിയ ശിക്ഷ കിട്ടണം. അല്ലെങ്കിൽ ഇനിയും അവൻ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്തുകൊണ്ടേയിരിക്കും. അതിന് വളം വെച്ചു കൊടുക്കാൻ ഇവിടെ തന്നെ ആളുകളും ഉണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് ധർമ്മൻ അങ്ങ് എഴുന്നേറ്റ് പോവുക. അപ്പൊ അത് സത്യമായതുകൊണ്ട് തന്നെ ഇന്ദ്രാമ്മയ്ക്ക് മറുപടി ഒന്നുമില്ല.
എങ്കിലും ഇന്ദ്രാമയുടെ മനസ്സിൽ അലോക് ശിക്ഷിക്കപ്പെടരുത്, എത്രയും വേഗം പുറത്തു വരണം എന്ന് തന്നെയുള്ള ചിന്തയാണ്. ഇതേ സമയമുണ്ടല്ലോ നമ്മുടെ ദേവമംഗലത്താണ് പിറ്റേ ദിവസം അനുവിനോട് എല്ലാവരും കൂടി സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം അനു പറയും, ഹോ അച്ഛനാ എൻ്റെ ധൈര്യം, എനിക്ക് വേണ്ടി അച്ഛൻ ഏതറ്റം വരെ പോകുമെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു എന്ന് പറയാം. അപ്പം ഗോമതി ചോദിക്കും, അനുക്കുട്ടി നിനക്കിത് ഇപ്പോഴാണോ മനസ്സിലാകുന്നത്? അലോക് നിന്നെ വിളിച്ച് ഈ രീതിയിൽ ഭീഷണിപ്പെടുത്തിയപ്പം ഈ വീട്ടിൽ ആരോടെങ്കിലും നിനക്കൊരു വാക്ക് പറയായിരുന്നു. ബാലോട്ടനോട് നീ ഇത് പറഞ്ഞിരുന്നെങ്കിൽ ബാലേട്ടൻ അത് നല്ല രീതിയിൽ തന്നെ പരിഹരിക്കുമായിരുന്നില്ലേ എന്നൊക്കെ പറയാം. അത് കേൾക്കുമ്പോൾ പെട്ടെന്ന് മീനു പറയും, അതിന് അനു ഇവിടെ ഒരാളോട് പറഞ്ഞിരുന്നല്ലോ എന്ന് അറിയാതെ പറഞ്ഞു പോവാണ് കേട്ടോ. ആരോട് പറഞ്ഞു? നിങ്ങളോട് അനുമോള് പറഞ്ഞിരുന്നോ എന്ന് ഗോമതി അപ്പ ചോദിക്കുക. അത് കേൾക്കുമ്പോഴത്തേക്കും അനു പറയും, ഏയ് അമ്മ, ഏടത്തിമാരെ സംശയിക്കരുത്, അവരോട് ഞാൻ ഇക്കാര്യം പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ വീട്ടിൽ ഒരാൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നു എന്ന് പറയാം. ആർക്ക് എന്ന് അപ്പം ഗോമതി സംശയത്തോടെ ചോദിക്കുക. അത് കേൾക്കുന്ന മിത്ര പറയും, വേറെ ആർക്ക്? സുകന്യ ചേച്ചിക്ക്. അനു എല്ലാ കാര്യങ്ങളും സുകന്യ ചേച്ചിയോട് പറഞ്ഞിരുന്നു. സുകന്യ ചേച്ചിയെ നിർബന്ധിച്ച് അനുവിനെ അലോകിന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചത്. എത്രയും വേഗം പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് പറഞ്ഞ് അനു സുകന്യ ചേച്ചി പറഞ്ഞതെല്ലാം വിശ്വസിക്കുകയും ചെയ്തു. അതാ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് പറയാം. അപ്പം ഗോമതിക്ക് നല്ല ദേഷ്യം വരിക. അവളാണോ ഇതിന്റെ എല്ലാം പിന്നില്? എൻ്റെ മോളുടെ ജീവിതം നശിക്കാൻ കൂട്ടുനിന്നത് അവളാണോ? കൃഷ്ണമംഗലത്തുള്ളവരുടെ പറയുന്നതനുസരിച്ച് പ്രവർത്തിച്ചതാകും അവള് എന്നൊക്കെ ഗോമതി ദേഷ്യത്തോടു കൂടി പറയാണ്. മോൾ എന്തിനാ ഇതെല്ലാം എല്ലാവരിൽ നിന്ന് മറച്ചു വെച്ചത് എന്ന് അപ്പോൾ ഗോമതി വീണ്ടും നമ്മുടെ അനുവിനോട് ചോദിക്കാം. അപ്പോൾ അനു പറയും, അമ്മേ ഞാൻ അതുകൂടി വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ മാമൻ്റെ ജീവിതം എന്താകുമായിരുന്നു? മാമനെ ഓർത്തിട്ടാ എന്ന് പെട്ടെന്ന് അനു പറയാം. അപ്പം ഇത്രയും മീനും പറയും, ഈ കാര്യങ്ങളെല്ലാം അനു ഞങ്ങളോട് പറഞ്ഞിരുന്നതാ, ഞങ്ങളും ഇത് മനഃപൂർവ്വം മറച്ചു വെച്ചത് തന്നെയാ. ഇതൊക്കെ അറിയുമ്പം ഒരിക്കലും സുഗിന ചേച്ചിയോട് ക്ഷമിക്കാൻ ധർമ്മമാമന് സാധിക്കില്ല. അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകണ്ട എന്ന് കരുതിയാ ഞാൻ ക്ഷമിച്ചത്. ഞാൻ അവരോട് ഇതിനെപ്പറ്റി ചോദിക്കുകയും ചെയ്തു. എൻ്റെ കാലിൽ വീണ അവരിന്ന് കരഞ്ഞത് എന്നൊക്കെ മീനു അപ്പൊ പറയാണ്. അവക്ക് എൻ്റെ സ്വഭാവം അറിയില്ല, അവളെ ഞാൻ വെറുതെ വിടില്ല. ഇപ്പൊ തന്നെ ഞാൻ കൃഷ്ണമംഗലത്ത് പോയി ഇക്കാര്യം അവളോട് ചോദിച്ചിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ ഗോമതി ദേഷ്യത്തോടു കൂടി പോകാനായിട്ട് തുടങ്ങാം. എന്തിനാ അമ്മ അങ്ങോട്ട് പോകുന്നത്? അവരുടെ സ്വഭാവം അല്ലെങ്കിൽ തന്നെ അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ. ഈ കുടുംബത്തിൽ ഒരു നല്ല കാര്യം നടക്കുന്നത് അവർക്ക് ഇഷ്ടമുണ്ടായിരുന്നോ ഇവിടെ താമസിച്ചപ്പോഴും എന്ന് ചോദിക്കാം. അവളുടെ സ്വഭാവം എനിക്കറിയാം, പക്ഷെ ഈ ഗോമതിയുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നേ അവക്കറിയില്ല. എൻ്റെ മകളുടെ ജീവിതം വെച്ചിട്ടാ അവൾ കളിച്ചത്. എന്നിട്ട് ഒരു തെറ്റും ചെയ്യാത്തവരെ പോലെ കൃഷ്ണമംഗലത്ത് അവൾ സമാധാനത്തോടെ ജീവിക്കുന്നില്ലേ? ഇത് ചോദിച്ചിട്ടേ എനിക്കിനി സമാധാനം കിട്ടുള്ളൂ എന്ന് പറഞ്ഞ് ഗോമതി പോകാനായിട്ട് വാശി പിടിക്കാം. അപ്പം മീന് പറയും, അമ്മ നമ്മളിപ്പം മാമനെ പറ്റി കൂടി ചിന്തിക്കണ്ടേ എന്ന് പറയാണ്. അല്ലെങ്കിൽ തന്നെ മാമന്റെ മനസ്സ് വളരെയേറെ വേദനിച്ച ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അമ്മ ഇപ്പം ഇക്കാര്യം മാമനെ അറിയിക്കുക കൂടി ചെയ്താൽ മാമന്റെ മനസ്സ് ആകെ തകർന്നു പോകില്ലേ? ഇവിടെ നിന്ന് മാമന് കിട്ടിയ വേദനയുടെ കൂടെ സുഗന്യ ചേച്ചിയും മാമൻ ഇത്രയും വലിയൊരു ചതി ചെയ്തു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും സഹിക്കാം മാമന് സാധിക്കില്ല. മാമൻ വല്ലാതെ ഒറ്റപ്പെട്ടു പോകില്ലേ എന്നൊക്കെ മീനു പറയാണ്. അപ്പൊ ഗോമതിക്കും അത് ശരിയാണെന്ന് ബോധ്യപ്പെടുകയാണ് കേട്ടോ. ഇവിടെയാണെങ്കിൽ നമ്മുടെ ധർമ്മമാമന്റെ ഒപ്പം നിന്ന് ആശ്വസിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും എല്ലാവരും ഉണ്ടാകും. പക്ഷേ കൃഷ്ണമംഗലത്ത് ആരും ഉണ്ടാകില്ല എന്നൊരു ചിന്തയൊക്കെ നമ്മുടെ ഗോമതിയുടെ മനസ്സിലേക്ക് കടന്നു വരിക. അപ്പൊ ധർമ്മനെ ചിന്തിച്ച് സുഗിന് ചെയ്ത ഈ തെറ്റ് ഗോമതിയാണെങ്കിൽ ചോദിക്കാൻ പോകണ്ട എന്ന് തന്നെ തീരുമാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.